ഈ പല തവണയായിട്ടും നൂറയുടെ സംസാരത്തിലൂടെ മനസ്സിലായ ഒരു കാര്യം, നൂറയ്ക്ക് ഇപ്പോഴും വീട്ടുകാരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ പോകണം എന്നുള്ള താല്പര്യമുണ്ട്. ശരിക്കും ആതിരെ പിടിച്ചു നിർത്തിയേക്കുന്നതാണോ നൂറയെ? അങ്ങനെ രണ്ടുപേരുടെ വീട്ടിലും പ്രശ്നമുണ്ട്. ഈ രണ്ടുപേരുടെ വീട്ടിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്റൻസിറ്റി വേരി ചെയ്യും. പക്ഷെ അവരൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത അപ്പുറത്തുണ്ടെന്ന് കണ്ടാൽ അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് അവർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ലേ ഒരു കുടുംബ ബന്ധത്തിൽ നമ്മൾ ചെയ്യുക. ഇപ്പൊ ഹോമോസെക്ഷൽസിന്റെ കാര്യം വിടൂ, ഹെറ്ററോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ അതന്നെയല്ലേ ചെയ്യുക. ഇപ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ പ്രണയിക്കുന്നു, മതം മാറി വിവാഹം കഴിക്കുന്നു, ജാതി മാറി വിവാഹം കഴിക്കുന്നു, അതിൽ ഈ വിഷയം ഉണ്ടാവുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ അതിലൊരു കുട്ടി മറ്റൊരു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുന്നതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാന്നാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ അതിനെന്ത് വിളിക്കണം. അവരുടെ ജീവിതം അവർക്ക് വിടുക. അവര് സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. ഈ ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം അവിടുന്ന് പൊട്ടുമുറി നമ്മൾ അവർ പുറത്തു വിടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. അതിനകത്ത് എന്താ ആക്ച്വലി നടക്കണെന്നുള്ളത് നമുക്കറിയില്ല. ഇനി അതിന്റെ പുറത്ത് നമ്മൾ ജഡ്ജ്മെന്റ് നടത്തേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നേരിട്ടല്ലാതെ ഇവരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്ത ആളുകളാണ്. അതിന്റെ വഴി അത് വളരെ ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അതിനകത്ത് ഇതേപോലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന പോലെ ഉണ്ടാവും. അത് നമ്മൾ അവരുടെ ആ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടേ. അതിൽ നമ്മളിങ്ങനെ ഇരുന്ന് മാർക്കിടാൻ നമ്മളെ അവരെ ഏൽപ്പിച്ചിട്ടുമില്ല. നമ്മൾ അങ്ങനെ മാർക്കിടേണ്ട കാര്യമില്ല. അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവർ സമാധാനമായിട്ട് ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് തീരട്ടെ എന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ അനാവശ്യമായ ചർച്ചകളായിട്ട് പോവുകയാണ്. അതാണ് എനിക്ക് ഇതിനകത്ത് കാണാനുള്ളത്.